കുറേ നാളായില്ലേ ടെസ്ല ഇന്ത്യയിലേക്ക് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചർച്ചകൾ ചെയ്യുന്നത്. പക്ഷേ അവസാനം കഴിഞ്ഞ ജൂലൈ 15-ാം തീയതി മുംബൈയിൽ അവരുടെ ആദ്യത്തെ ഷോറൂം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കാർ മോഡൽ വൈ ആണ്. അതിൻ്റെ പ്രൈസ് റേഞ്ച് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? 60 ലക്ഷമാണ് അതിൻ്റെ ബേസ് മോഡലിന്, 67 ലക്ഷം അതിൻ്റെ ഹയർ വേരിയൻറ്റിന്, ഓൾ വീൽ ഡ്രൈവ് ലോങ് റേഞ്ച് ബാറ്ററി പാക്കുള്ള മോഡലിന്. പിന്നെ ഇൻറ്റീരിയർ വൈറ്റ് ആക്കണമെങ്കിൽ അതിന് വേറെ പൈസ, വേറെ കളർ കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അതിന് വേറെ പൈസ എന്നെല്ലാം പറഞ്ഞിട്ട് ബേസിക്കലി സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. വലിയൊരു ശതമാനം ആൾക്കാരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം തന്നെയില്ല. കാരണം ഒരു ലക്ഷറി EV സെഗ്മെൻറ്റിലാണ് നിലവിൽ ടെസ്ല എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഇന്ത്യയുടെ ഒരു EV മാർക്കറ്റിനെ ബാധിക്കുക? കാരണം വലിയൊരു ശതമാനം ഇന്ത്യയിലെ EVകളും ഇപ്പോഴും വിൽക്കുന്നത് ഒരു 20 ലക്ഷത്തിനടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ താഴെയോ ഒക്കെ ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും. കാരണം വളരെ പ്രൈസ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ടെസ്ല എങ്ങനെ പിടിച്ചു നിൽക്കും എന്നുള്ള ഒരു ചോദ്യമില്ലേ? അപ്പോൾ ഞാൻ ഈ ഒരു മൊത്തം കേസ് സ്റ്റഡിയൊക്കെ പരിശോധിച്ച സമയത്ത് ടെസ്ലയുടെ പ്ലാൻ ശരിക്കും ഒരു കാറുകൾ വിൽക്കുക എന്നുള്ളത് മാത്രമായിരിക്കാൻ ചാൻസ് ഇല്ല എന്നുള്ളതും, അവർ വരുന്നതിൻ്റെ ഒരു വൈഡർ പ്ലാനുകൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് പഠനമൊക്കെ നടത്തി. അതാണ് അവർ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ടെസ്ലയുടെ ബിഗർ സ്ട്രാറ്റജി, ഒരു സസ്റ്റൈനബിൾ എനർജിയിലേക്കുള്ള പ്രൊഡക്റ്റുകൾ എന്ന് പറഞ്ഞിട്ട് അവർക്ക് എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. പ്രത്യേകിച്ച് അവരുടെ സൂപ്പർ ചാർജർ നെറ്റ്വർക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി പാക്കുകളും അല്ലെങ്കിൽ പവർ വാൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ എനർജി സൊല്യൂഷൻസ് ഉണ്ട് അവർക്ക്. അത് ഗ്രിഡ് സ്റ്റോറേജ് ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ. അപ്പോൾ അങ്ങനത്തെ ആശയങ്ങളൊക്കെ അടക്കമായിരിക്കുമല്ലോ ഇന്ത്യയിലേക്ക് വരിക. കാറ് ഫാക്ടറി ഉണ്ടാക്കുന്ന പോലത്തെ വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത, വലിയ ലീഗൽ കൺസ്ട്രെയിൻസ് ഇല്ലാത്ത ഒരു സംഭവമാണ് ബാറ്ററി പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ പവർ സ്റ്റോറേജ് യൂണിറ്റുകൾ ഉണ്ടാക്കുന്നതോ മറ്റുമൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ മേഖലയിലേക്കൊക്കെ അവർ വെഞ്ചർ ഔട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ടെസ്ല വരിക എന്ന് പറയുന്ന സമയത്ത് ഗ്ലോബൽ EV മാർക്കറ്റിലേക്ക് ഇന്ത്യ വരും. ഇന്ത്യ പിക്ചറിൽ വരും. ആ പിക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഗ്ലോബൽ EV പാർട്സിൻ്റെ സപ്ലൈസും മറ്റുമൊക്കെ ഇന്ത്യയിലേക്ക് നോക്കുന്നുണ്ടാവും. അവർ ലോക്കലി ഇവിടെ മാനുഫാക്ചറിങ് തുടങ്ങുന്നുണ്ടാവും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ജോലികളൊക്കെ ഇതുവഴി ക്രിയേറ്റ് ചെയ്യപ്പെടും. ബട്ട് ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒപ്റ്റിമിസ്റ്റിക് ഫ്രെയിം വർക്ക്. പക്ഷേ അപ്പുറത്ത് വേറൊരു സംഭവമുണ്ട്. ഇയാൾ ഒപ്റ്റിമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റോബോട്ടുകളെ ഉണ്ടാക്കുന്നുണ്ട്. ബൈപ്പെഡൽ റോബോട്ടുകൾ അല്ലെങ്കിൽ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ എന്നൊക്കെ വിളിക്കാം. ഈ റോബോട്ടുകൾ അദ്ദേഹം ശരിക്കും ഇത് രണ്ടിൻ്റെയും കൂടെ ടെസ്ല കാറുകൾ ഉപയോഗിച്ചിട്ട് ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് നെറ്റ്വർക്കും അതുപോലെ തന്നെ ബൈപ്പെഡൽ റോബോട്ടുകൾ ഉപയോഗിച്ചിട്ട് ഈ ഹ്യൂമൻ ലേബറിനെയും റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു പക്ഷേ ഒരു ഐഫോൺ സ്ട്രാറ്റജി എന്നൊക്കെ പറയില്ലേ? അതായത് ഐഫോൺ ഈസ് എ ഹാർഡ്വെയർ. അപ്പോൾ ഹാർഡ്വെയർ ഇവർ ഒരു ഭാഗത്ത് വിൽക്കുന്നു, അത് അവരുടെ കാറുകൾ വിൽക്കുന്ന പോലെ തന്നെ വിൽക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു ആപ്പ് സ്റ്റോർ ബിൽഡ് ചെയ്തിട്ട് അതിൻ്റെ യൂസേജിനെ, സർവീസ് ഫീയൊക്കെ കൺട്രോൾ ചെയ്യുന്ന, ഇപ്പോൾ ആ ആപ്പ് സ്റ്റോറിൽ നമ്മളൊരു ആപ്പ് ഇട്ട് കഴിഞ്ഞാൽ 30% അതിൻ്റെ റവന്യൂ അവർക്ക് കൊടുക്കണ്ടേ? അതുപോലെ നമ്മളൊരു ടെസ്ല കാർ ഉപയോഗിക്കുന്നു. ടെസ്ല കാറ് അവർക്കിപ്പോൾ നിങ്ങൾ ഓട്ടോ പൈലറ്റ് കേട്ടിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ റോബോ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ വേരിയൻറ്റ് വന്നതിനെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മളൊരു ടെസ്ല കാറ് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവരുടെ നെറ്റ്വർക്കിലേക്ക് സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ കാറ് നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ടാക്സിയായി പോയി ഓടും. എന്നിട്ട് അതിൻ്റെ വരുമാനം നമുക്ക് കൊണ്ടുവരും. അപ്പോൾ അങ്ങനത്തെ ഒരു റവന്യൂ മോഡലൊക്കെ ലക്ഷ്യമിട്ടിട്ട് ടെസ്ലയുടെ ഒരു ഡിവിഷൻ ഉണ്ട്. ഇനി ഇത് കൂടാണ്ട് ടെസ്ലയ്ക്ക് ഈ ഒപ്റ്റിമസ് റോബോട്ടുകൾ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അത് ടെസ്റ്റിംഗ് ഫേസിൽ ടെസ്ലയുടെ ഫാക്ടറികൾക്കകത്തുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 2030 ആകുമ്പോഴേക്കും വേൾഡ് വൈഡായിട്ട് ഒരു 1 മില്യൺ റോബോട്ടുകളൊക്കെ ഈ ഒപ്റ്റിമസ് റോബോട്ടുകൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഈ ഡെക്സ്ചറിറ്റി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ ഈ റോബോട്ടുകളുടെ ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഷോ ഓഫ് ചെയ്തുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങൾക്കും നമ്മളൊരു മസ്ക് ഫാക്ടർ ഇടണം. അതെന്താണെന്ന് വെച്ചാൽ പുള്ളി പറയുന്ന ടൈം ലൈനിൽ പല കാര്യങ്ങളും നടക്കാറില്ല, പക്ഷേ കുറച്ച് വൈകിട്ടാണെങ്കിലും നടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും ടെസ്ലയുടെ ഇന്ത്യ സ്ട്രാറ്റജി? ടെസ്ലയ്ക്ക് ഗ്ലോബലി ഒരുപാട് കോമ്പറ്റീഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രംപ് ഫാക്ടർ അമേരിക്കയിൽ വിശിഷ്യുണ്ട്. ഇനി ഇത് കൂടാണ്ട് വേൾഡ് വൈഡായിട്ട് ചൈന ഫാക്ടർ ഉണ്ട്. BYDയുടെ ഭീകരമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. ഞാനൊരു BYD ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അതിന്ന് ഞാനൊരു കാറിൻ്റെ അല്ലെങ്കിൽ EV വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഒരു ഫീഡ്ബാക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം. അപ്പോൾ ഇങ്ങനത്തെ അവരുടെ ഒരു ഫ്യൂച്ചർ സ്ട്രാറ്റജികളെയൊക്കെ വിശകലനം ചെയ്യുക. ഇതെങ്ങനെയായിരിക്കും അവരുടെ മസ്കിൻ്റെ തന്നെ ഒരു പ്രയോഗമുണ്ട്, യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന് പറഞ്ഞിട്ട്. അഥവാ റോബോട്ടുകളും മറ്റൊക്കെ വന്ന് ആളുകളുടെ ജോലിയൊക്കെ ഇല്ലാണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വ്യക്തിക്ക് ഒരു റോബോട്ട് എന്നുള്ള തോതിൽ ലോകത്ത് റോബോട്ടുകൾ ഉണ്ടാവുകയും ഈ റോബോട്ടുകൾ ഉപയോഗിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ഒരു ഹയർ ക്വാളിറ്റി ഓഫ് ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെയുള്ള പുള്ളിയുടെ എന്താ പറയുക ഒരു
വലിയൊരു ഉട്ടോപ്പിയൻ ആശയമുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു ഉട്ടോപ്പിയ, അതായത് ആളുകൾ ജോലി ചെയ്യേണ്ടതില്ലാത്ത, എല്ലാ ജോലിയും എഐക്ക് തന്നെ ചെയ്യാൻ കഴിയുന്ന, എന്നാൽ ആളുകൾക്ക് ക്രിയേറ്റിവിറ്റി വേണമെന്നുണ്ടെങ്കിലോ ബോറടി മാറ്റാനോ ഒക്കെ മാത്രം ജോലി ചെയ്യുന്ന പോലത്തെ ഒരു സെനാരിയോ. ഒരുപാട് പേർക്ക് ചിലപ്പോൾ അത് ഇഷ്ടമാവുന്നുണ്ടാവും. ബട്ട് ദെൻ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇനി അടുത്തൊരു 10-15 മിനിറ്റ് ഈ വീഡിയോ ഒക്കെ അകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എപ്പോഴും പറയുന്ന പോലെ 2x സ്പീഡിലാണെങ്കിലും കേൾക്കുക. ഒരു ബോർഡർ ലൈൻ സയൻസ് ഫിക്ഷൻ ഫീലൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അത് ഈ മേഖലയിൽ വരുന്ന അപ്ഡേറ്റുകളെ കുറിച്ച് നിങ്ങൾ നിരന്തരം ചെക്ക് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. ബട്ട് ദെൻ ഫുള്ളി കേൾക്കുന്നതിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഇമാജിനേഷൻ വലുതാക്കാമല്ലോ, ലൈക്ക് ഇങ്ങനെയൊക്കെ ലോകത്ത് നടക്കുന്നുണ്ടല്ലോ എന്ന് ചിന്തിച്ചിട്ട്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ തവണത്തേതുപോലെ കാൻഡൻ ഫെയറിലേക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഒരു പ്രീമിയം ബിസിനസ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് പോകുന്നത്. കമ്മ്യൂണിറ്റി എക്സ്പീരിയൻസ് ആണ്. കാരണം എന്താ വെച്ചാൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ ട്രിപ്പായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അതിൽ കിട്ടുന്ന ഒരുവിധ എല്ലാ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ടാവും. ബട്ട് ദെൻ നമ്മൾ നല്ല ഒരു ടെക്നോളജിയൊക്കെ ആഗ്രഹിക്കുന്ന, ആ മേഖലയിൽ ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ശരിക്കും നമ്മുടെ ഒരു USP എന്ന് പറയുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടാണ്ട് എപ്പോഴും പറയാറുള്ള AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, വർക്കിംഗ് പ്രൊഫഷണൽസ്, അതുപോലെ ബിസിനസ് ഓണേഴ്സ്, ഇനി അതെല്ലാം നിങ്ങളുടെയൊക്കെ മക്കൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. ടെസ്ലയുടെ ഇന്ത്യ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്നത് ഏകദേശം 5 മില്യൺ കാറുകൾ ഒരു വർഷത്തിൽ വിൽക്കപ്പെടുന്ന ഒരു മാർക്കറ്റാണ്. ഈ മാർക്കറ്റ് ഹെവിലി എന്താ പറയുക, ലോവർ പ്രൈസ്ഡ് ആയിട്ടുള്ള കാറുകൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കിയിട്ടുള്ള ഒരു മാർക്കറ്റാണെന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ ലക്ഷറി കാർ സെഗ്മെൻ്റ് ഉണ്ട്, വളരെ ഗ്രോയിങ് സെഗ്മെൻ്റ് ആണ്. ബട്ട് ദെൻ നമ്മൾ EVയുടെ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BMW ആണെന്നുണ്ടെങ്കിലും ബെൻസ് ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ അവരുടെ ലക്ഷറി സെഗ്മെൻറ്റിൽ ശരിക്കും EVകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ വളരെ കുറഞ്ഞ എണ്ണം, ഒരു ഹൺഡ്രഡ്സ് ഓഫ് കാറുകൾ മാത്രമേ ഒരു വർഷത്തിൽ അവർ ഈ കാർ മോഡലുകൾ വിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിലവിൽ പെട്രോളിയം കാറുകൾ വിൽക്കുന്ന പോലെ ലക്ഷറി കാറുകൾക്ക് EV വിൽക്കാനായിട്ടില്ല. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. മാത്രമല്ല അതിൻ്റെ സർവീസ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും മേജർ ഒരു ഇഷ്യൂ ആയിട്ട് പറയുന്ന ഒരു പക്ഷേ ചാർജിങ് നെറ്റ്വർക്ക് ആണെന്നുണ്ടെങ്കിലും കറൻ്റ്ലി എന്താ പറയുക അണ്ടർ സപ്ലൈഡ് ആണ്. അപ്പോൾ ഇവിടെയാണ്, ഈ മേഖലയിലാണ് ശരിക്കും മഹീന്ദ്രയുടെ അവരുടെ ബോൺ ഇലക്ട്രിക് മോഡലുകൾ വരുന്നത്, ടാറ്റയുടെ പ്ലേ വരുന്നത്. പക്ഷേ ഇവരൊക്കെ കളിക്കുന്നത് ഇപ്പോഴും ഒരു എന്താ പറയുക ഇന്ത്യൻ കൺസ്യൂമറുടെ മൈൻഡ് അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ലോവർ പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾ ഇറക്കിക്കൊണ്ടാണ്. പക്ഷേ BYD മാർക്കറ്റിൽ എൻ്റർ ചെയ്ത മോഡൽ ഐ തിങ്ക് ഒരു 30 ലക്ഷം രൂപ ആ പ്രൈസ് റേഞ്ചിലുള്ള മോഡലുകളായിട്ടാണ് ഇറക്കുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന വണ്ടി BYD സീലാണ്. അപ്പോൾ BYD സീൽ ഇപ്പോൾ ഒരു വർഷത്തിന് മേലായി ഉപയോഗിക്കുന്നത്. ജനറലി പെർഫോമൻസ് EVകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു ജനറൽ പരാതിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടയർ ബേൺ ഔട്ടാണ്. ഒന്ന് ഈ ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഉള്ള വണ്ടിയെ സംബന്ധിച്ചിടത്തോളം 5 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ സ്പീഡൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ടയർ ബേൺ റേറ്റ് കൂടും. 2 ടണ്ണിൻ്റെ മേലെ വെയിറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ടോർക്ക് ഒരു പ്രധാന റീസണാണ്. പക്ഷേ ഒരു 10,000-15,000 കിലോമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ടയറുകൾക്ക് ലൈഫ് വരുന്നത്. ടയറുകൾക്ക് പ്രൈസ് വളരെ കൂടുതലാണ്. ഇങ്ങനത്തെ വിഷയമൊക്കെ ഈ പെർഫോമൻസ് EV സെഗ്മെൻറ്റിനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു റിവ്യൂ പറയുന്ന പോലെ പറയുകയാണ്. ബട്ട് ദെൻ ഞാൻ കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഫ്രണ്ട് ടയറിന് ബാക്കത്തെ ടയറിനേക്കാളും ഡബിൾ ലൈഫ് ഉണ്ട്. അപ്പോൾ ബാക്കത്തെ ടയറിൽ തന്നെ ഇപ്പോൾ ഇനി കുറച്ച് ആൾക്കാരല്ല ഈ BYD സീലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അവർ പറയുന്ന കണ്ടെന്താ വെച്ചാൽ ടയറിൽ കുറച്ച് ഒരു ഡിഫറൻറ്റ് സ്പെക്കുള്ള ടയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര ബേൺ ഉണ്ടാവില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ടയറിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടെ കുറയും എന്നൊക്കെ കണ്ടു. ഞാൻ എന്തായാലും അത് ആ ഓപ്ഷൻ നിലവിൽ ട്രൈ ചെയ്തിട്ടില്ല. ബട്ട് ദെൻ പെർ കിലോമീറ്റർ ടയർ റേറ്റ് ഒരു 6 രൂപ 7 രൂപയൊക്കെ നമ്മൾ ഇതിന് രണ്ടിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് വരും. പക്ഷേ ഫ്യൂവൽ കോസ്റ്റ് പെർ കിലോമീറ്റർ 1 റുപ്പിയൊക്കെ വരുന്നുള്ളൂ. നിലവിൽ മറ്റ് മെയിൻ്റനൻസ് എക്സ്പെൻസുകളൊന്നും വന്നിട്ടില്ല. 25,000ഓളം കിലോമീറ്റർ ഞാൻ ഇപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞു. മറ്റ് എക്സ്പെൻസുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് ഇപ്പോഴും ഇതൊരു ലോ കോസ്റ്റ് ബെറ്റായിട്ട് ഒരിക്കലും പെർഫോമൻസ് EVകളൊന്നും വെക്കാൻ പാടില്ല. അപ്പോൾ ലൈക്ക് ആ ഒരു കാറ്റഗറിയിൽ എണ്ണല്ല. ശരിക്കും ഒരുപാട് എയർ ബാഗുകൾ, ഒരുപാട് സെക്യൂരിറ്റിയും പിന്നെ ഡ്രൈവിങ്ങിനെ നല്ല ഫണ്ണാക്കുന്ന ആ ഒരു എലമെൻറ്റിനൊക്കെ എല്ലാത്തിനും ഒരു കോസ്റ്റ് ഉണ്ട്. ലോകത്തൊന്നും വെറുതെ കിട്ടുന്നില്ലല്ലോ. ലൈക്ക് ആ ടോട്ടൽ എക്സ്പീരിയൻസിനുള്ള ഒരു പ്രൈസ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഡെഫിനറ്റ്ലി റീസെയിൽ വാല്യൂ മറ്റൊക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആൾക്കാർക്കൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഫ്യൂച്ചറിലെ കാര്യമാണല്ലോ. നമ്മൾ പ്രസൻറ്റിൽ ജീവിക്കുക എന്ന് പറഞ്ഞ പോലെ നന്നായിട്ട് ഒരു ഡ്രൈവിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ശരിക്കും EVയുടെ ഒരു ഫണ്ണുണ്ട്. ഗിയറൊക്കെ മാറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഫണ്ണല്ല. ബട്ട് ദെൻ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ ആ ഇഷ്ടത്തിൽപ്പെടുന്ന ആളെ ആവില്ല, ചിലപ്പോൾ ആ ഇഷ്ടം എനിക്ക് പറ്റുന്നുണ്ടാവില്ല. ലൈക്ക് അത് അങ്ങനെ തന്നെയാണല്ലോ, മനുഷ്യർ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര യുണീക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ BYD വന്നിട്ട് മാർക്കറ്റിൽ നല്ല ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സീൽ
ഒരു പെർഫോമൻസ് വേരിയൻ്റാണ്. സീലിയൺ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ശരിക്കും അതൊരു ഹയർ പ്രൈസ് റേഞ്ചിലുള്ള മോഡലുകളായിരുന്നു. അപ്പോൾ ടെസ്ല ഇപ്പോൾ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 60 ലക്ഷം 67 ലക്ഷമൊക്കെ വിലയുള്ള മോഡലുകളില്ല. അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഇത് US അവർ വിൽക്കുന്നതിൻ്റെ ആൾമോസ്റ്റ് ഒരു 50-60% പ്രൈസ് കൂടുതലാണ്. ദുബായിൽ വിൽക്കുന്നതിനേക്കാളും ഒരു 50% പ്രൈസ് കൂടുതലാണ്. ചൈനയിൽ വിൽക്കുന്നതിൻ്റെ ഇരട്ടിയെങ്കിലും പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ അവിടെയാണ് നമ്മൾ ഇന്ത്യയുടെ ഇമ്പോർട്ട് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ടെസ്ല നിലവിൽ ഇന്ത്യയിൽ ഫാക്ടറി കമ്മിറ്റ്മെൻറ്റ് മേക്ക് ചെയ്തിട്ടില്ല. ഫാക്ടറി കമ്മിറ്റ്മെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വെറും 15% ഡ്യൂട്ടിയിൽ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നിലവിൽ അവർ 70% ഓർ എബോവ് ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ടാണ് അവരുടെ പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരുടെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള കാര്യമായിരിക്കും. അതിന് $500 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മിനിമം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫാക്ടറി സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതായിരിക്കും ടെസ്ലയുടെ അടുത്ത ഗോൾ. ഇതിന് വേണ്ടിയിട്ട് 3-4 സംസ്ഥാനങ്ങൾ അവരെ നന്നായിട്ട് അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ലാൻഡ് ആയാലും ഇലക്ട്രിസിറ്റി ആയാലും മറ്റൊരുപാട് കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്തിട്ട് ഇവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഗുജറാത്ത് ഉണ്ട്, തമിഴ്നാടുണ്ട്, കർണാടകയുണ്ട്, തെലങ്കാനയുണ്ട്. ഈ സ്റ്റേറ്റുകളൊക്കെ പല ഓഫറുകൾ കൊടുത്തിട്ട് ഇവരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ നമ്പേഴ്സ് നോക്കിയ സമയത്ത് മനസ്സിലായത് ഒരു $4-5 ബില്യൺ വരും ടെസ്ലയുടെ ഒരു മെഗാ സൈസ്ഡ് ഫാക്ടറി മറ്റുമൊക്കെ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ടെസ്ല ഇനി അവരുടെ മാർക്കറ്റിൽ ഇറക്കും എന്ന് പറയുന്ന അവരുടെ ഒരു വേരിയൻ്റ് ഉണ്ടല്ലോ, അത് മോഡൽ 2 ആണ്. മോഡൽ 2 ശരിക്കും ഒരു 25-30 ലക്ഷം പ്രൈസ് റേഞ്ചിൽ ഇറക്കാൻ പറ്റും. അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് സ്റ്റിൽ ഒരു ഹയർ പ്രൈസ് റേഞ്ചാണ്. പക്ഷേ ഗ്ലോബൽ മാർക്കറ്റിൽ അതാണ് ലോവർ പ്രൈസ്ഡ് മോഡലായിട്ട് കാണുന്നത്. 30 ലക്ഷം എന്ന് പറയുന്നത് ഒരു ഹയർ പ്രൈസ്. EV സെഗ്മെൻറ്റിൽ ഇന്ത്യയിൽ ഒരു ഹയർ പ്രൈസാണ്. ഇവിടെ അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങി അതിനെ സ്കെയിൽ ചെയ്യുക എന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് ടെസ്ലയ്ക്ക് അവരുടെ ഫ്യൂച്ചർ റോഡ് മാപ്പിൽ കാണാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. അതായത് ടെസ്ലയുടെ മോഡൽ 2 ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നടത്താനുള്ള ഒരു പോസിബിലിറ്റി. അതിന് ഞാൻ ഡാറ്റ പരിശോധിച്ചപ്പോൾ അഗൈൻ മനസ്സിലായത് ഇന്ത്യ ബേസ്ഡ് ആയിട്ട് അവർക്ക് ഓൾറെഡി കുറേ സപ്ലൈസ് ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഫാക്ടറി സെറ്റ് ചെയ്തിട്ട് ചുമ്മാ അസംബിൾ ചെയ്ത് വിട്ടാൽ മാത്രം പോരാ. ഐഫോൺ നിലവിൽ നമ്മളതാ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഐഫോൺ നമ്മൾ ഇവിടുന്ന് അസംബിൾ ചെയ്ത് വിടുക ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തുനിന്ന് വരണം. പക്ഷേ ഇത് ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള 50% സാമഗ്രികളെങ്കിലും മെറ്റീരിയൽസെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ ഒരു റൂൾ ബാധകമാവുക. 15% ഡ്യൂട്ടിയിൽ 40,000 കാറുകൾ 5 കൊല്ലം കൊണ്ട്, അഥവാ ഒരു കൊല്ലത്തിൽ 8,000 കാർ വരെ ഇവർക്ക് ഫുള്ളി ഇമ്പോർട്ട് ചെയ്തിട്ട് ഈ 15% ഡ്യൂട്ടിയിൽ ഇന്ത്യയിൽ വിൽക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ ഇറക്കുന്നത് ശരിക്ക് ഈ ഒരു സ്കീമിലല്ല. കാരണം ഫാക്ടറി കമ്മിറ്റ്മെൻറ്റ് അവർ മേക്ക് ചെയ്തിട്ടില്ല. ഫാക്ടറി കമ്മിറ്റ്മെൻറ്റ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ കാറുകളുടെ വില കുറയാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് ഒന്നാമതായിട്ട് കണ്ടത്. രണ്ടാമത്, മുംബൈയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂലൈയിൽ അവരുടെ ഷോറൂം വന്നു എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. പക്ഷേ ഇതിന് മറ്റൊരു ഭാഗമുണ്ട്. എന്താണെന്നറിയോ, കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് തൊട്ടിട്ട് അവരിവിടെ ഹയർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് എന്താ പറയുക ജോബ് എന്ന് പറയുന്നത് ഓട്ടോ പൈലറ്റ് വെഹിക്കിളിൻ്റെ ഓപ്പറേറ്ററായിട്ടാണ്. അതായത് ഇവർ റോഡുകളെയും മറ്റുമൊക്കെ മാപ്പ് ചെയ്തിട്ട് അവർക്ക് ഇന്ത്യ സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ FSD ഉണ്ടല്ലോ, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കപ്പാസിറ്റി, അതിന് വേണ്ടുന്ന ട്രെയിനിങ്ങിനാണ് ശരിക്കും അവർ ഇന്ത്യയിൽ ആദ്യം ആളെ ഹയർ ചെയ്തത് എന്നുള്ളതാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ സെയിൽസിനും മറ്റുമൊക്കെ അവർ ആളെ ഹയർ ചെയ്യുന്നുണ്ട്. ബട്ട് ദെൻ ഈ ഒരു ഏരിയയിൽ ഇവർ വൺ ഓഫ് അവരുടെ ഫസ്റ്റ് ഹയറിംഗ് എന്ന് പറയുന്നത് FSD ട്രെയിനിങ്ങിന് വേണ്ടതാണ്. അപ്പോൾ ഇനി ഇന്ത്യയിൽ FSD എത്രമാത്രം പ്രായോഗികമായിരിക്കും? കാരണം BYD എന്നോ അല്ലെങ്കിൽ മറ്റുള്ള EV മാനുഫാക്ചറേഴ്സ് എന്ന് ടെസ്ലയെ മാറ്റി നിർത്തുന്ന ഒരു പ്രധാന ഘടകം അവരുടെ FSD ആണ്, അല്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാറിൻ്റെ ആ ഫീച്ചറാണ്. ഇപ്പോൾ US കുറച്ച് ഏരിയകളിലൊക്കെ റോബോ ടാക്സി സർവീസുകൾ ടെസ്ല തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുൻപത്തെ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫാക്ടർ ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് ഇന്ത്യൻ റോഡുകളിൽ ഇത് എത്രമാത്രം പ്രായോഗികമായിരിക്കും എന്നുള്ള ഒരു ആംഗിളില്ലേ. അപ്പോൾ അവിടെയാണ് ഇന്ത്യയിൽ വലിയ ഹൈവേ നെറ്റ്വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലെവൽ 2 ലെവൽ 3 ഓട്ടോണമി ശരിക്ക് കാറുകൾക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അധികം വൈകാണ്ട് തന്നെ FSD ഇന്ത്യയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. ടെസ്ലയുടെ ഒരു മോഡൽ പക്ഷേ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിതിൻ ഗഡ്കരി സാറിൻ്റെ കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഒരിക്കലും ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ഒരു പ്രസ്താവന മുൻപ് നമ്മൾ ഇതിനെക്കുറിച്ചും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 70-80 ലക്ഷം ആൾക്കാർ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ മേഖലയെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനമായിരിക്കും ഇത് എന്നുള്ളതാണ് അന്ന് അതിന് റീസണായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഇത് ടെസ്ലയുടെ ഒരു ഫണ്ടമെൻ്റൽ ബിസിനസ് മോഡലിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും മറികടക്കുക എന്നുള്ളതാണ് മറ്റൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയേണ്ടത്. ഇനി ഇതല്ല, ടെസ്ല കാറുകളുടെ ഒരു വൈഡർ അഡോപ്ഷൻ വരണമെന്നുണ്ടെങ്കിൽ അവരുടെ സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കുകൾ വേണം. 15 മിനിറ്റിൽ 300 കിലോമീറ്ററൊക്കെ ചാർജ് ലോഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ അത്രയും ഫാസ്റ്റായിട്ട് കാർ ചാർജ് ചെയ്യാൻ പറ്റുന്ന സൂപ്പർ ചാർജർ നെറ്റ്വർക്കുകൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആശയമുണ്ട്. ഇനി അതല്ല, EVകൾ ഒരു ഫ്യൂച്ചർ
ഫ്യൂച്ചറല്ല, അല്ലെങ്കിൽ EVയുടെ കറണ്ട് ലിഥിയം അയൺ ബാറ്ററികളൊരു ഫ്യൂച്ചറല്ല. ഭാവിയിൽ ഇപ്പോൾ ടൊയോട്ട എല്ലാം ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യുന്ന സോളിഡ് സ്റ്റേറ്റ് ബാറ്ററികളിലേക്ക് മാറുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഏരിയകളുണ്ട്. അപ്പോൾ മസ്കിൻ്റെ മുൻപിൽ മസ്ക് ശരിക്കും എപ്പോഴും നമ്മളൊരു അടുത്ത 2-3 നീക്കങ്ങൾ മാത്രം കാണുമ്പോൾ മസ്ക് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ബില്യനെയറോ സമ്പന്നനോ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഒരു 10 മുഴം മുൻപിൽ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ ഒരു റോഡ് മാപ്പ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള AI ടൂളുകളും ഞാനൊക്കെ ഒന്ന് കൂടി ആലോചിച്ചപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബിസിനസ് മോഡൽ എന്താ വെച്ചാൽ ഹാർഡ്വെയർ ആണ് അവർ കറൻറ്റ്ലി സെല് ചെയ്യുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ടെസ്ല കാറുകൾ ഹാർഡ്വെയർ ആണ്, പക്ഷേ ഹാർഡ്വെയറിൻ്റെ മേലെ മാർജിൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സോഫ്റ്റ്വെയർ സെയിൽസിലാണ് അവർ ഫ്യൂച്ചർ കാണുന്നത്. സോഫ്റ്റ്വെയർ സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് FSD ആണ്, ഫുൾ സെൽഫ് ഡ്രൈവിംഗ് കപ്പാസിറ്റി. മന്ത്ലി $99 സബ്സ്ക്രിപ്ഷനിൽ ഇപ്പോൾ വിദേശത്തൊക്കെ അവർ ഈ FSD ഫെസിലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത പരിണാമം എന്താണെന്നറിയോ? ഊബറിനെയും ഒലയൊക്കെ കോമ്പീറ്റ് ചെയ്തുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവർ അവിടെ റോബോ ടാക്സി സർവീസുകൾ കൊണ്ടുവരുന്നു. ഈ റോബോ ടാക്സി വണ്ടികൾ ഓട്ടോമാറ്റിക്കലി നോർമൽ വണ്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 40% ചീപ്പറാണ്. അപ്പോൾ നമ്മളൊരു ടാക്സി വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു 40% എക്സ്പെൻസ് വരുന്നത് ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള അയാളുടെ വേതനമൊക്കെ ആയിരിക്കും. അപ്പോൾ ഡ്രൈവർ ഇല്ല എന്ന് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഒരു 40% ആ യാത്ര ചീപ്പറാകും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഇതല്ല, ടെസ്ലയുടെ പ്രോപ്പറായിട്ടുള്ള സൂപ്പർ ചാർജിങ് നെറ്റ്വർക്കുകളും മറ്റൊക്കെ വന്ന് ശരിക്കും അവരുടെ ആ ഒരു കംപ്ലീറ്റ് ഇക്കോ സിസ്റ്റം വന്നു എന്ന് കരുതുക. ഈ FSD പ്രത്യേകിച്ച് ഹൈവേകളിൽ അല്ലെങ്കിൽ എയർപോർട്ടിലേക്കുള്ള റൂട്ടിൽ അല്ലെങ്കിൽ ഗേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളിൽ IT പാർക്കുകളിലൊക്കെ ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ശരിക്കും FSD ലിമിറ്റഡ് സപ്ലൈ ഒക്കെ കൊടുക്കാൻ പറ്റും. അതായത് വൈഡർ യൂസ് കേസിൽ ഇന്ത്യയിൽ എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്നും ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇന്ത്യയിൽ ഈ ഹൈവേകളൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഹൈവേകളിലെ ആൾക്കാർക്ക് എങ്ങനെ ഡ്രൈവ് ചെയ്യണം എന്നുള്ളൊരു ധാരണ കൂടെ ഉണ്ടാവണം. കേരളത്തിലൊക്കെ കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ടാവും, കാരണം ആ ഒരു ബിഹേവിയർ നമ്മൾ പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. എന്തായാലും ഈ മേഖലകളിലൊക്കെ FSD ഉള്ള കാറുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ടെസ്ലയ്ക്ക് ശരിക്കും ആപ്പ് സ്റ്റോറിൽ നമ്മളൊരു ആപ്പോ മറ്റോ ഒക്കെ ഇട്ടിട്ട് അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ 30% കീപ്പ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. ആക്ച്വലി റോബോ ടാക്സി സർവീസുകൾ അവരുടെ ഒരു റവന്യൂ മോഡൽ കാണിക്കുന്നത് 25-30% ഓഫ്, ഇപ്പോൾ നമ്മളൊരു $10 അല്ലെങ്കിൽ $100 ഒരു വണ്ടിക്ക് നമ്മൾ ടാക്സി എമൗണ്ട് ആയിട്ട് കൊടുക്കുകയാണെന്ന് വെക്കുക. അപ്പോൾ 100 രൂപയിൽ 30 രൂപ ടെസ്ല കീപ്പ് ചെയ്യും, 70 രൂപ കാർ ഓണർക്ക് കിട്ടും. അതിലായിരിക്കും അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ചിലവ്, കാറിൻ്റെ മെയിൻ്റനൻസ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളൊക്കെ ഓണർ കീപ്പ് ചെയ്യുന്നുണ്ടാവും. ബട്ട് ദെൻ സ്റ്റിൽ ഓണറിന് പ്രോഫിറ്റബിൾ ആണ്. കാരണം എന്താ, ഓണർ സ്വന്തമായിട്ട് പോയിട്ട് കസ്റ്റമറെ തപ്പേണ്ട ആവശ്യമില്ല, അതെല്ലാം ഈ നെറ്റ്വർക്കിനകത്ത് വരും. അപ്പോൾ വണ്ടിക്ക് എപ്പോഴും നമുക്ക് ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഈ കാറുകളെ സംബന്ധിച്ചിടത്തോളം ജനറലി പറയാറുള്ളൊരു കാര്യമാണ് 80% സ്പേസ് വേക്കൻ്റ് ആണ്, 90% ഓഫ് ദ ടൈം കാർ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഈ സമയം രണ്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാറിനെ പണിക്ക് വിട്ടിട്ട് കാർ നമ്മൾ ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സർവീസ് ലെയർ ഉണ്ടല്ലോ, സോഫ്റ്റ്വെയർ ലെയർ ഉണ്ടല്ലോ, അതിലായിരിക്കും ടെസ്ലയുടെ ഫ്യൂച്ചർ റവന്യൂസിൽ അവർ ഏറ്റവും കൂടുതൽ ബെറ്റ് ചെയ്യുന്നത് എന്നാണ് പറയേണ്ടത്. 2030 ആകുമ്പോഴേക്കും ഏകദേശം 10 മില്യൺ കാറുകളെങ്കിലും റോബോ ടാക്സി സർവീസുകൾക്ക് കേപ്പബിൾ ആവുന്ന രീതിയിൽ ഉണ്ടാകുമെന്നാണ് ഇലോൺ മസ്ക് പറയേണ്ടത്. ഇത് മാത്രം ഇയാൾ കാണുന്നത് ഏകദേശം $10 ട്രില്യൺ ടോട്ടൽ അഡ്രസ്സിബിൾ മാർക്കറ്റാണ്. അത് റോബോട്ട് ടാക്സി സർവീസുകൾ മാത്രമല്ല കേട്ടോ, കൂടെ ഈ ഒപ്റ്റിമസ് റോബോട്ടുകളുടെ കാര്യം കൂടെയുണ്ട്. അത് നമ്മൾ നേരത്തെ പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. അതായത് ഒപ്റ്റിമസ് റോബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പെഡൽ റോബോട്ടുകളാണ്. അപ്പോൾ അത് ടെസ്ല ഫാക്ടറികളിൽ ടെസ്റ്റ് കേസ് നടത്തി വിജയകരമായി കാണിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 4 ലക്ഷം 5 ലക്ഷം ഒക്കെ ശമ്പളം കൊടുക്കുന്ന ഒരു ഫാക്ടറി വർക്കറെ, അങ്ങനത്തെ 4-5 ഫാക്ടറി വർക്കറെ ഒപ്റ്റിമസ് റോബോട്ടിന് വേണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്യൂച്ചർ ആലോചിച്ച് നോക്കി. ഇയാൾ പറയുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒരു 25 ലക്ഷം രൂപയ്ക്കൊക്കെ നമുക്കൊരു ഒപ്റ്റിമസിനെ വാങ്ങാൻ പറ്റും. ഈ ഒപ്റ്റിമസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക, ഇതിന് അത്യാവശ്യം നല്ല മൊബിലിറ്റി മറ്റുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാത്രം ഒരു ആപ്പ് സ്റ്റോർ കീപ്പ് ചെയ്തിട്ട് ആപ്പ് സ്റ്റോറിൽ സ്പെഷ്യൽ ഫീച്ചേഴ്സൊക്കെ അപ്ലോഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മളൊരു ഒപ്റ്റിമസ് റോബോട്ടിനെ വാങ്ങി, നമ്മളൊരു സോഫ്റ്റ്വെയറും കൂടെ വാങ്ങി, ഇതിന് കുക്കിംഗ് അറിയാം, ഇതിന് ഒരു സോഫ്റ്റ്വെയറും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഗാർഡനിങ് അറിയാം, അല്ലെങ്കിൽ ഇതിനെ ഓരോ മേഖലയ്ക്ക് വേണ്ടുന്ന കസ്റ്റം സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആപ്പ് സ്റ്റോറിലേക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടാവും. ചിലപ്പോൾ അതിൻ്റെ റവന്യൂൻ്റെ ഒരു ഷെയർ മസ്ക് എടുക്കുന്നുണ്ടാവും. നമ്മൾ ഒപ്റ്റിമസ് റോബോട്ടിൻ്റെ ഡാൻസ് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിനുള്ള ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കാൻ പറ്റുന്നുണ്ടാവും. മനുഷ്യന്മാർക്ക് അങ്ങനെയുണ്ട്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ആൾക്കാർ എന്തിനൊക്കെയാണ് പൈസ സ്പെൻഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സാധാരണക്കാർ, വളരെ ബേസ് ലെവൽ ഇൻകം ഉള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ലൈവ്ലിഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ ചിലവഴിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവരുടെ സ്പെൻഡിങ്
കപ്പാസിറ്റി വലുതാവുന്നതിനനുസരിച്ച് വളരെ വിയേർഡായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ആൾക്കാർ പൈസ സ്പെൻഡ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഡാറ്റ നോക്കിയാലൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒപ്റ്റിമസ് റോബോട്ടുകളെ പേഴ്സണലൈസ് ചെയ്യാൻ, കസ്റ്റമൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഫീച്ചർ അതിന് ആഡ് ചെയ്യാനൊക്കെ ഭാവിയിൽ ടെസ്ലയ്ക്ക് ബില്ല് ചെയ്യാൻ കഴിയുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ടെസ്ല ഈസ് എ റോബോട്ടിക് കമ്പനി, AI പ്ലസ് റോബോട്ടിക് കമ്പനിയാണ്. നിലവിൽ അവരുണ്ടാക്കുന്ന റോബോട്ടുകളുടെ രൂപം കാറിൻ്റെ രൂപത്തിലാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് ഒരു പക്ഷേ അവർ ബൈപ്പഡൽ റോബോട്ടുകളിലേക്ക് മാറിയേക്കാം. 2030 ആകുമ്പോഴേക്കും ഒരു 1 മില്യൺ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ അഥവാ ഒപ്റ്റിമസ് റോബോട്ടുകളെങ്കിലും അവർക്ക് മാർക്കറ്റിൽ ഇറക്കാൻ കഴിയുകയും ആ റോബോട്ടുകൾ ഓൺ ചെയ്യുന്ന ആൾക്കാർക്ക് റോബോ ടാക്സി പോലെ തന്നെ നമ്മളെ വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് വേണമെങ്കിൽ നമ്മൾ ഒപ്റ്റിമസ് റോബോട്ടിനെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഇക്കോ സിസ്റ്റം ടെസ്ല ഉണ്ടാക്കും. അതെങ്ങനെയാണെന്ന് അറിയോ? ഞാൻ പറഞ്ഞുതരാം. ടെസ്ലയുടെ കാറുകൾ ഓട്ടോണമസ് കാറുകളാവുക. ആ കാറ് വന്നിട്ട് അവിടെ നിർത്തുന്നു. ആ കാറിൽ നമ്മളെ വീട്ടിലുള്ള ഒപ്റ്റിമസ് റോബോട്ട് പോയി ഇരിക്കുന്നു. എന്നിട്ട് അടുത്ത വീട്ടിൽ ഈ റോബോട്ടിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കാർ അവരെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വിട്ടു കൊടുക്കുന്നു. നമ്മൾ ഒപ്റ്റിമസ് റോബോട്ട് ആ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പണികളൊക്കെ തീർത്തിട്ട് എപ്പോഴാണോ നമ്മളെ വീട്ടിൽ അടുത്ത പണിയുടെ ഷെഡ്യൂൾ ഉള്ളത് ആ ഷെഡ്യൂളിലേക്ക് തിരിച്ചു വരുന്ന പോലത്തെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു കിനാശേരി ആലോചിച്ച് നോക്കി. ലൈക്ക് അതുപോലത്തെ ഒരു പോസിബിലിറ്റി ശരിക്ക് ടെസ്ല ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുടെ ഒരു സ്റ്റെപ്സും മറ്റുമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് പറയുന്ന പോലെ അത്ര ഈസി ഒന്നും ആവില്ല. കാരണം ഇതിൻ്റെ റിയൽ വേൾഡ് സിനാരിയോസ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇതിൻ്റെ ടെക്നിക്കൽ ചലഞ്ചസ് ആണെന്നുണ്ടെങ്കിലും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷേ ലിമിറ്റഡ് യൂസ് കേസുകൾ വളരെ പോസിബിളാണ്. പ്രത്യേകിച്ച് ഫാക്ടറി പോലെയുള്ള സെറ്റിങ്ങുകൾക്കകത്ത് യൂസ് കേസുകൾ മനസ്സിലാക്കിയിട്ട് അവിടെ ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഏറെയാണ്. അപ്പോൾ പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്. ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള ചീപ്പ് ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരു നാട്ടിൽ എങ്ങനെയായിരിക്കും ഈ ഒപ്റ്റിമസ് റോബോട്ടിൻ്റെ റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റുകൾ എന്തൊക്കെയായിരിക്കും? ഇതിൻ്റെ ജോബ് ലോസിനെ നമ്മൾ എങ്ങനെയായിരിക്കും സർക്കംവെൻറ്റ് ചെയ്യുക? ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉയർത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഇന്ത്യയിലെ റെഗുലേഷൻസ് എങ്ങനെയായിരിക്കും ടെസ്ലയെ ഭാവിയിൽ നിയന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. അപ്പോൾ ടെസ്ലയുടെ സൂപ്പർ ചാർജർ നെറ്റ്വർക്കുകളോ ടെസ്ലയുടെ പവർ പ്രൊഡ്യൂസിങ് നെറ്റ്വർക്കുകളോ അതൊക്കെ ചിലപ്പോൾ നമ്മുടെ ഗ്രിഡിലേക്ക് ഒരു നല്ല ഒരു കോമ്പിനേഷനായിട്ട് വന്നിട്ട് ഒരുപാട് സൊല്യൂഷൻസ് ഓഫർ ചെയ്യാനുള്ള സാധ്യത ഒരു പക്ഷേ നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ കാണാൻ പറ്റും. രണ്ടാമത്തെ ഘട്ടത്തിൽ അവർ പക്ഷേ ഫാക്ടറി അനൗൺസ്മെൻറ്റുകൾ, കാരണം ഞാൻ നോക്കുന്ന ഒരു പോയിന്റിൽ ടെസ്ല ഗ്ലോബലി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് തന്നെ ഏകദേശം 50 ബില്യൺ മുതൽ 60 ബില്യൺ ഡോളറിൻ്റെ കമ്മിറ്റ്മെൻറ്റുകളെങ്കിലും ടെസ്ലയ്ക്ക് അടുത്ത ഒരു 5-6 വർഷത്തേക്കെങ്കിലും ഉണ്ട്. അപ്പോൾ ഈ കമ്മിറ്റ്മെൻറ്റുകൾക്ക് അവർക്ക് ഫണ്ട് വേണം. അതേസമയം ഇപ്പോൾ റീസെൻ്റ്ലി XAIയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഇപ്പോൾ ഗ്രോക്ക് 4 ഒക്കെ വന്നില്ലേ, XAIയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെസ്ലയുടെ ഷെയർ ഹോൾഡേഴ്സിനോട് ടെസ്ല അനുമതി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ XAIയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു AI ഹോൾ അവരെന്തായിരിക്കും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇനിയും കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ PhD ലെവൽ ഇൻ്റലിജൻസ് ഗ്രോക്ക് 4 നിലവിലുണ്ട് എന്ന് പറയപ്പെടുന്നു. ഇലോൺ മസ്കിൻ്റെ വാദഗതി അതാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് വായിക്കുന്ന സമയത്ത് സംതിങ് വളരെ ടെർബുലൻ്റ് ടൈംസിലാണ് ശരിക്കും ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫാക്ടർ എന്തായാലും മസ്ക് ഫാക്ടറിങ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇന്ത്യ പ്ലാനും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫാക്ടറിങ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അമേരിക്കയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഡ്രാമകളാണ് എന്നുണ്ടെങ്കിലും ഇലോൺ മസ്കും അദ്ദേഹത്തിൻ്റെ ഈ ടെസ്ല എന്ന് പറഞ്ഞ കമ്പനി വളരെ റോബസ്റ്റ് ആയിട്ടുള്ള കമ്പനികളാണ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ ബിസിനസ് മോഡൽ ഒരു പക്ഷേ ഹാർഡ്വെയർ സെയിൽസ് എന്ന് മാറിയിട്ട് അവരുടെ ഈ ഒപ്റ്റിമസ് റോബോട്ടുകളെ വാടക കൊടുക്കുന്ന നെറ്റ്വർക്ക്, ടെസ്ല കാറുകളുടെ റോബോ ടാക്സി നെറ്റ്വർക്ക് പോലെയുള്ള ബിസിനസ് മോഡലുകളിലേക്ക് അവർ സ്വിച്ച് ചെയ്യാണ്. കാരണം അവിടെ പ്രോഫിറ്റബിലിറ്റി വളരെ ഹൈ ആണ്. ലൈക്ക് 70% വരെ ഈ സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ മാർജിൻ ആവാം. ഹാർഡ്വെയർ ബിസിനസ്സിൽ ഇപ്പോൾ ഹാർഡ്ലി 12 to 13% ആണ് ടെസ്ലയ്ക്ക് നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന മാർജിൻസ്. അപ്പോൾ മാർജിൻസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ചൈനയുടെ മാനുഫാക്ചറിങ് എബിലിറ്റിയും ചൈനീസ് കാറുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് കാർ വേരിയൻറ്റുകളുണ്ട്. ഇപ്പോൾ BYDയുടെ കാര്യം തന്നെ നോക്കുക, അവർക്ക് ഒരുപാട് മോഡൽ വേരിയൻറ്റുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ വളരെ കുറച്ച് മാത്രമേ വന്നിട്ടുള്ളൂ. പക്ഷേ അങ്ങനെ നോക്കുന്ന സമയത്ത് ടെസ്ലയ്ക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ടെസ്ലയുടെ ആ ഒരു നിലവിലുള്ള സെയിൽസ് മോഡലിലേക്ക് വരുന്നുണ്ടെങ്കിൽ പക്ഷേ അവർക്കൊരു മോട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. അതായത് മറ്റാർക്കും അത്ര പെട്ടെന്നൊന്നും കയറാൻ കഴിയാത്തൊരു ഏരിയ. അത് FSD ആണ്, അത് അവരുടെ ഓട്ടോണമസ് AI ആണ്. അല്ലെങ്കിൽ റിയൽ വേൾഡ് കണ്ണുകളിലൂടെ മനുഷ്യർ കാണുന്ന പോലെ തന്നെ ലോകത്തെ നിയന്ത്രിക്കാനും കാണാനൊക്കെ കഴിയുന്ന ടെസ്ലയുടെ AI ആണ്. അതിനുവേണ്ടി അവർ കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുള്ള ഡോജോ AI എന്ന് പറഞ്ഞിട്ടുള്ള ഡോജോ ചിപ്പുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ അതെന്തായിരിക്കും എന്നുള്ളത് വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ടെസ്ലയുടെ വിഷൻ AI ഇന്ത്യൻ റോഡുകളിൽ എത്രമാത്രം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. അവർ ഓൾറെഡി അതിനുള്ള ട്രെയിനിങ് മറ്റു കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും തുടക്കത്തിൽ ഇത് ഒരു അർബൻ വെഹിക്കിളായിട്ട് സിറ്റികൾക്കകത്ത് മാത്രമുള്ള വണ്ടിയായിരിക്കും. ഒരു തുടക്കത്തിൽ ടെസ്ലയുടെ സ്ട്രാറ്റജി ഒരു പക്ഷേ ഒരു 1000 വണ്ടിയിൽ താഴേക്ക് ഒരു വർഷത്തിൽ സെയിൽ നടത്തുക, മാർക്കറ്റ് ടെസ്റ്റ് ചെയ്യുക, എത്രമാത്രം സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ ഇലോൺ മസ്കിന് ഒരു പക്ഷേ നല്ല ഫാൻ ബേസ് ഉണ്ടാവും. സ്റ്റിൽ ഒരു 60-70 ലക്ഷം കൊടുത്തിട്ട് ഒരു അൾട്രാ പ്രീമിയം കൊടുത്തിട്ട് ഒരു വണ്ടി വാങ്ങാൻ എത്ര പേര് തയ്യാറാകും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി അതല്ല, ഈ ഓട്ടോണമസ് ഫീച്ചറോ FSDയോ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ BYDയും ടെസ്ലയും തമ്മിൽ എന്താണ് മാറ്റം? അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ
കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഇന്ത്യയിലുള്ള ഒരു EV മേക്കേഴ്സിനും ടെസ്ല ഡയറക്റ്റ്ലി ഭീഷണിയാകാൻ പോകുന്നില്ല. അത് പ്രൈസ് റേഞ്ച് വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ നിലവിലുള്ള സ്ട്രാറ്റജി വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും. പക്ഷേ ഈ വീഡിയോക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള കുറേ സാധ്യതകളുണ്ടല്ലോ, ഫ്യൂച്ചറിൽ ടെസ്ലയ്ക്ക് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്നുള്ള ഈ പോസിബിലിറ്റികളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിപ്പിക്കേണ്ടത്. പോസ്റ്റ് ലേബർ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ശാഖ വരുന്നുണ്ട്. അതായത് ജോലി ഇല്ലാത്തൊരു കാലത്ത്, മനുഷ്യർക്ക് ജോലി ബാക്കിയില്ലാത്തൊരു കാലം, എന്താ വെച്ചാൽ AI വരുന്നു, റോബോട്ടിക്സ് വരുന്നു. അപ്പോൾ ബുദ്ധിയുള്ള ജോലികൾ AI ചെയ്യും, നമ്മുടെ ഫിസിക്കൽ ലേബർ ആവശ്യമുള്ള ജോലികൾ റോബോട്ടിക്സ് ചെയ്യും, അല്ലെങ്കിൽ ഒപ്റ്റിമസ് പോലത്തെ റോബോട്ടുകളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് പിന്നെ കൂടുതൽ സാധ്യതയുള്ള മേഖലകളുണ്ടല്ലോ, ആ മേഖലകളിൽ പക്ഷേ ഒരുപാട് ആൾക്കാർ അവൈലബിൾ ആകുന്ന പോയിന്റിൽ അവിടെ ലൈക്ക് ഇൻകം വാനിഷിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ കർവിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതൊക്കെ എങ്ങനെയായിരിക്കും പ്ലേ ഔട്ട് ചെയ്യുക എന്നുള്ളത് ഇന്ന് ലോകത്ത് വലിയ ചർച്ചയാണ്. പല വിദേശ രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ചിട്ട് ഒരുപാട് പോളിസികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ ബേസിക് ഇൻകം പോലെയുള്ള ആശയങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും നമുക്കിത് കാണാണ്ട് പോകാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് ഇന്ത്യ പോലത്തെ ഒരുപാട് ലേബർ അബണ്ടൻ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ. അപ്പോൾ ഇവിടെ ഇതെങ്ങനെ പ്ലേ ഔട്ട് ആവും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന വിഷയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെസ്ലയുടെ ഇന്ത്യ എൻട്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വൈഡർ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. ചൈനയിലേക്ക് ഇത്തവണ പോരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്കോ മറ്റോ ഒക്കെ ഒരു AI പോലത്തെ മേഖലകളിൽ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അതിൽ പ്രോഡക്റ്റ് ബിൽഡ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളും ഈ വീഡിയോൻ്റെ താഴെയുണ്ട്. ആവശ്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം.